The white paper മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ ഇൻപുട്ട് ഡിവൈസ്, അതായത് ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കീബോർഡ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കീസൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ബാക്കിയുള്ള ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. മൗസ് ഈസ് എ ഹാൻഡ് ഹെൽഡ് പോയിന്റിംഗ് ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ കഴ്സർ ഓൺ സ്ക്രീൻ. എന്താ പറയുന്നത്? ഹാൻഡ് ഹെൽഡ് പോയിന്റിംഗ് ഡിവൈസ് ആണ് അല്ലേ. കഴ്സറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്, പോയിന്റിംഗ് ഡിവൈസ് ആയിട്ടാണ് മൗസിനെ പറയുന്നത്. ദ ബ്ലിങ്കിങ് സിമ്പിൾ വിച്ച് റെപ്രസെന്റ് ദ നെക്സ്റ്റ് പൊസിഷൻ ഓഫ് ദ ക്യാരക്ടർ. അപ്പം നമ്മളിപ്പം കഴ്സർ അവിടെ കൊണ്ടുപോയി വെക്കുമ്പോൾ അവിടെ ഒരു ബ്ലിങ്ക് ചെയ്ത് ഇങ്ങനെ കളിക്കും, ഒരു ലൈൻ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കളിക്കും അല്ലേ. അപ്പോൾ ബ്ലിങ്കിങ് സിമ്പിൾ എന്ന് പറയുന്ന അടുത്ത പൊസിഷൻ, നെക്സ്റ്റ് പൊസിഷൻ ഓഫ് ദ ക്യാരക്ടർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ദ ബ്ലിങ്കിങ് സിമ്പിൾ വിച്ച് റെപ്രസെന്റ് ദ നെക്സ്റ്റ് പൊസിഷൻ ഓഫ് ദ കഴ്സർ, അതിനെയാണ് നമ്മൾ കഴ്സർ എന്ന് വിളിക്കുക. ദ മൗസ് വാസ് ഇനീഷ്യലി നോൺ ആസ് ദ XY പൊസിഷൻ ഇൻഡിക്കേറ്റർ. ആദ്യം മൗസ് അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു? XY പൊസിഷൻ ഇൻഡിക്കേറ്റർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. മൗസ് ഈസ് ഇൻവെന്റഡ് ബൈ ഡഗ്ലസ് ഏഞ്ചൽ ബാർട്ട് 1972. അപ്പോൾ എന്താ പറയുന്നത്? മൗസ് ഇൻവെന്റ് ചെയ്തത് ആരാന്ന് ചോദിക്കാം. ഡഗ്ലസ് ഏഞ്ചൽ ബാർട്ടാണ് 1972 ഇൻവെന്റ് ചെയ്തത് കേട്ടോ. മൗസ് ഇൻവെന്റഡ് ബൈ ഡഗ്ലസ് ഏഞ്ചൽ ബാർട്ട് 1972, മറന്നു പോകരുത്. ഇനി ദ ഫസ്റ്റ് മൗസ് വാസ് ഡെവലപ്ഡ് ബൈ സെറോസ് പാർക്ക്. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സെറോസ് പാർക്കാണ് ഫസ്റ്റ് മൗസ് ഡെവലപ്ഡ് ബൈ, ഫസ്റ്റ് മൗസ് സെറോസ് പാർക്ക്. ഇനി യൂണിറ്റ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ സ്പീഡ് ഓഫ് എ മൗസ്, മിക്കി ആണ് സ്പീഡ്. ഈ മൗസിൻ്റെ സ്പീഡിൻ്റെ യൂണിറ്റ്, സ്പീഡ് അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മിക്കിയാണ്. ഓക്കെ, ദ ഫസ്റ്റ്, ഇതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ദ ഫസ്റ്റ് മൗസ് വാസ് മാർക്കറ്റഡ് ബൈ ആപ്പിൾ ആണ് ആദ്യമായിട്ട് മൗസ് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് മൗസ് മാർക്കറ്റഡ് ബൈ, ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഡഗ്ലസ് ഏഞ്ചൽ ബാർട്ട് 1972 മൗസ് ഇൻവെന്റ് ചെയ്തത്. സെറോസ് പാർക്കാണ് ഫസ്റ്റ് മൗസ് ഡെവലപ്പ് ചെയ്തത്. ഈ യൂണിറ്റ് എന്ന് പറയുന്നത്, സ്പീഡ് അളക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് മിക്കിയാണ്. ഫസ്റ്റ് മൗസ് മാർക്കറ്റ് ചെയ്തത് ആപ്പിളാണ്. ഓക്കെ, ഇനി കോമൺ ഓപ്പറേഷൻസ് ഇൻ എ മൗസിൽ യൂസ് ചെയ്യുന്ന കോമൺ ഓപ്പറേഷൻസ് നോക്കാം. സിംഗിൾ ലെഫ്റ്റ് ക്ലിക്ക്, ഒരു തവണ മാത്രമാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് ബോക്സ്, ഒരു ബോക്സ് അല്ല സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ സിംഗിൾ ലെഫ്റ്റ് ക്ലിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പോയിട്ട് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ സെലക്ട് ആവും അല്ലേ, അതിനാണ് സിംഗിൾ ലെഫ്റ്റ് ക്ലിക്ക്. ഇനി ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ആണെങ്കിലോ, അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഓപ്പൺ എ വിൻഡോ ഓർ ഫയൽ. ഇനി സിംഗിൾ റൈറ്റ് ക്ലിക്ക് ആണെങ്കിലോ, മെനു ബാർ ഓപ്പൺ ആവാനുള്ളതാണ്. ഓപ്പൺസ് എ കോണ്ടസ്റ്റ് മെനു ഫോർ ആൻ ഐറ്റം, ഒരു ഐറ്റത്തിൻ്റെ മെനു ഓപ്പൺ ആവാനാണ് റൈറ്റ് ക്ലിക്ക് ഞെക്കുക കേട്ടോ, സിംഗിൾ റൈറ്റ് ക്ലിക്ക്. ഇനി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പോ, അലൗ ടു സെലക്ട് ആൻഡ് മൂവ് ആൻ ഐറ്റം ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ആക്കാൻ വേണ്ടി ആണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് യൂസ് ചെയ്യുക. ഇനി സ്ക്രോൾ വ്യൂവിങ് എ ലോങ് ഡോക്യുമെൻറ്റ് വി മേ നീഡ് ടു സ്ക്രോൾ അപ്പ് ആൻഡ് ഡൗൺ. നമ്മളിപ്പോൾ ഒരു വലിയൊരു ഡോക്യുമെൻ്റ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്കത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്രോൾ ചെയ്യണം അല്ലേ. അപ്പോൾ സ്ക്രോൾ അപ്പ്, സ്ക്രോൾ ഡൗൺ ഒക്കെ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ഓപ്പറേഷൻസ് ഇൻ മൗസ്. ജസ്റ്റ് ഒന്ന് പഠിക്കുക കേട്ടോ. അടുത്തത് ടൈപ്സ് ഓഫ് മൗസ് ആണ്. മൗസിൽ ഒന്നാമത്തത് വയർലെസ് മൗസ്, എ മൗസ് ദാറ്റ് കണക്ട്സ് ടു ദ കമ്പ്യൂട്ടർ വിത്തൗട്ട് എ കോഡ് ഓർ എ കേബിൾ. കേബിൾ ഇല്ലാതെയോ വയറൊന്നും ഇല്ലാതെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ വയർലെസ് മൗസ് എന്ന് പറയുക. It is connected to the computer by some manner of wireless technology like Bluetooth, infrared waves, etc. നമ്മൾ ബ്ലൂടൂത്ത്, ഇൻഫ്രാറെഡ് വേവ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറുമായിട്ട് വയർലെസ് ആയിട്ടുള്ള ഈ മൗസിനെ കണക്ട് ചെയ്യുക. അപ്പം വയർലെസ് മൗസ് വർക്ക് ഓൺ ഇൻഫ്രാറെഡ് റേഡിയേഷൻ അനുസരിച്ചിട്ടായിരിക്കും വയർലെസ് മൗസ് വർക്കാവുക. ഓക്കെ, അതിൻ്റെ ഫോട്ടോയാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത മെക്കാനിക്കൽ മൗസ് ആണ്. മെക്കാനിക്കൽ മൗസ് ഹാസ് ആൻ ഇന്റേണൽ മെറ്റൽ ഓർ ബോൾ വിച്ച് ക്യാൻ സ്പിൻ ഇൻ ഓൾ ഡയറക്ഷൻ. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തൊരു ബോൾ പോലത്തെ സാധനം ഇരിക്കുന്നുണ്ടോ? ഈ ബോള്
എങ്ങോട്ടാണോ ചലിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും മൗസ് വർക്കാവുക. ഓക്കെ, മൗസ് മൂവ് ആകുന്നത്. ഇപ്പം മെക്കാനിക്കൽ മൗസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റൽ അല്ലെ ഇൻറ്റേർണൽ മെറ്റൽ ഒരു ബോൾ വെച്ചിട്ടാണ് എല്ലാ ഡയറക്ഷനിലേക്ക് സ്പിൻ ആവുക കേട്ടോ. ഇനി ഒപ്റ്റിക്കൽ മൗസ്. ആൻ ഒപ്റ്റിക്കൽ മൗസ് ഈസ് ആൻ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ പോയിന്റിംഗ് ഡിവൈസ് ദാറ്റ് യൂസസ് എ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആൻഡ് ഒപ്റ്റിക്കൽ സെൻസർ ആൻഡ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. ഒപ്റ്റിക്കൽ മൗസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ലൈറ്റ് വെച്ചിട്ടായിരിക്കും വർക്കാവുക. ഒരു സെൻസർ ഉണ്ടാവും അതിൻ്റെ അകത്ത്. ആ ലൈറ്റ് കത്തുന്നതിനനുസരിച്ചായിരിക്കും ഒപ്റ്റിക്കൽ മൗസ് വർക്കാവുക. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ, ഒപ്റ്റിക്കൽ മൗസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഒപ്റ്റിക്കൽ മൗസ് വർക്കാവുക. ടച്ച് പാഡ് ഓർ ട്രാക്ക് പാഡ്. Touch pad is a common input device used in laptop, notebook and other portable devices. It is a small rectangular surface that is sensitive to touch, allowing user to control the cursor on the screen by moving their fingers over the pad. കണ്ടോ അവിടെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചലിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഫിംഗർ മൂവ് ആക്കുന്നതിനനുസരിച്ചായിരിക്കും അവിടെ കഴ്സർ മൂവ് ആവുന്നത്. ഇത് ലാപ്ടോപ്പിലും നോട്ട്ബുക്കിലും പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ദ പർപ്പസ് ഓഫ് ടച്ച് പാഡ് ഈസ് ടു പ്രൊവൈഡ് മോർ കൺവീനിയൻറ്റ് വേ ഓഫ് കൺട്രോളിങ് ദ കഴ്സർ. കഴ്സറിന് മോർ കൺവീനിയൻറ്റ് വേയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ടച്ച് പാഡ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടച്ച് പാഡ് വാസ് ഇൻവെൻറ്റഡ് ബൈ ജോർജ് ജെർഫിഡ്. ജോർജ് ജെർഫിഡ് എന്ന് പറഞ്ഞ ആളാണ് എന്ത് ചെയ്തത്, ടച്ച് പാഡ് ഇൻവെൻറ്റ് ചെയ്തത് കേട്ടോ. ജോർജ് ആണ് ടച്ച് പാഡ് ജോർജ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ മൗസ് ആരായിരുന്നു, ഡഗ്ലസ് ഏംഗൽബാർട്ട് അല്ലേ, 1972. ടച്ച് പാഡ് ജോർജ് ജെർഫിഡ്. അടുത്തത് ട്രാക്ക് ബോൾ ആണ്. It is a computer input device for controlling the pointer on a display screen by rotating a ball set inside a case. ഈ ബോള് ചലിക്കുന്നതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഇത് കൺട്രോൾ ചെയ്യാം. അപ്പം ഇതൊരു പോയിൻ്ററാണ്, കൺട്രോളിങ് ദ പോയിൻ്റർ. അപ്പോൾ ഡിസ്പ്ലേ സ്ക്രീനിൽ ഇത് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ബോൾ ചലിക്കുന്നതിനനുസരിച്ചായിരിക്കും. ഇനി ട്രാക്ക് ബോൾ വെയർ യൂസ്ഡ് ഓൺ പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ്. പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സിലാണ് ട്രാക്ക് ബോൾ യൂസ് ചെയ്യുക. ട്രാക്ക് ബോൾ ഹാസ് 2 or 3 ബട്ടൺസ് യൂസ്ഡ് ടു സെലക്ട് ഐറ്റം ഫ്രം ദ സ്ക്രീൻ. 2 or 3 ബട്ടൺസ് ഉണ്ട് സെലക്ട് ചെയ്യാൻ അല്ലേ, ഐറ്റംസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 or 3 ബട്ടൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ജോയ്സ്റ്റിക് ആണ്. ജോയ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ joystick is a pointing and a controlling device that is used to control the object on the screen. It is a vertical stick mounted on a base. വെർട്ടിക്കൽ ആയിട്ട് ഇവിടെ കണ്ടോ, നേരെ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റിക്കാണല്ലേ അത്. പോയിൻറ്റിങ്, ഇതൊരു കൺട്രോളിങ് ഡിവൈസ് ആണ് കേട്ടോ. സ്ക്രീനിലുള്ള ഒരു ഒബ്ജക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോളിങ് ഡിവൈസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പോയിൻറ്റിങ് ഡിവൈസ് ആയിട്ടാണ് ജോയ്സ്റ്റിക്കിനെ കണക്കാക്കുന്നത്. ബട്ടൺസ് ഇൻ ദ ജോയ്സ്റ്റിക്ക് ആർ കോൾഡ് ട്രിഗേഴ്സ് എന്നാണ് ഈ ബട്ടൺസിനെയൊക്കെ പറയുന്നത്. ബട്ടൺസ് ഇൻ ദ ജോയ്സ്റ്റിക്ക് ആർ കോൾഡ് ട്രിഗേഴ്സ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ പ്ലേയിങ് വീഡിയോ ഗെയിംസ് ആൻഡ് അൾട്രാസൗണ്ട് സ്കാനേഴ്സ് ഇൻ മെഡിക്കൽ ഫീൽഡിൽ അൾട്രാസൗണ്ട് സ്കാനിങ് നടത്താനും അതുപോലെ തന്നെ വീഡിയോ ഗെയിംസ് പ്ലേ ചെയ്യാനും കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് മൈക്രോഫോൺ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് സൗണ്ട് വേവ്സ് ഇൻറ്റു ഇലക്ട്രിക് വേവ്സ് ഓർ ഇൻപുട്ട് ദ ഓഡിയോ ഇൻറ്റു കമ്പ്യൂട്ടേഴ്സ്. അപ്പം നമ്മൾ മൈക്ക് എന്നൊക്കെ പറയും, മൈക്രോഫോൺ അല്ലേ. മൈക്രോഫോൺ യൂസ് ചെയ്യുക സൗണ്ട് വേവ്സിനെ ഇലക്ട്രോണിക് വേവ്സിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഓഡിയോ പുറത്ത് വരിക. അപ്പം ഓഡിയോ പുറത്ത് വരും അല്ലേ. ഓക്കെ, അടുത്ത സ്കാനേഴ്സ് ആണ്. ആൻ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ക്യാപ്ചേഴ്സ് ഇമേജ് ഫ്രം ഫോട്ടോഗ്രാഫിക് പ്രിൻറ്റ്സ്, പോസ്റ്റേഴ്സ്, മാഗസിൻസ് ആൻഡ് സിമിലർ സോഴ്സസ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഡിജിറ്റൽ ഫോർമാറ്റ്. സ്കാനർ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഇമേജ് ക്യാപ്ചർ ചെയ്തിട്ട് അതിന് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. സ്കാനർ ക്രിയേറ്റ് ആൻ ഇലക്ട്രോണിക് വേർഷൻ ഓഫ് ദ ഡോക്യുമെൻറ്റ് ദാറ്റ് ക്യാൻ ബി വ്യൂഡ് ആൻഡ് എഡിറ്റഡ് ഓൺ ദ കമ്പ്യൂട്ടർ. നമുക്കത് ഡോക്യുമെൻറ്റിന് ഇലക്ട്രോണിക് വേർഷൻ ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വ്യൂ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുമെന്നാണ് പറയുന്നത്.
There are two types of scanners, flatbed scanners and handheld scanners. Flatbed ഉണ്ട്, ഈ കാണുന്നതാണ് ഫ്ലാറ്റ്ബെഡ്, ഈ കാണുന്നതാണ് ഹാൻഡ് ഹെൽഡ് സ്കാനർ. ഇനി ഹോം യൂസേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഫ്ലാറ്റ്ബെഡ് സ്കാനർ. ഫ്ലാറ്റ്ബെഡ് സ്കാനറാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് OCR. ഇതിൻ്റെ ഫുൾ ഫോം പഠിച്ചിരിക്കുക. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ഓർ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്നൊക്കെ പറയും. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. അപ്പം OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു റെക്കഗ്നൈസ് ടെസ്റ്റ് ഇൻ സ്കാൻഡ് ഡോക്യുമെൻറ്റ്. ഒരു ഡോക്യുമെൻറ്റിലെ ടെസ്റ്റിനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് OCR യൂസ് ചെയ്യുക. It is used to convert physical paper document or an image into an accessible electronic version. ഇലക്ട്രോണിക് വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, ഫിസിക്കൽ പേപ്പറിലുള്ള ഡോക്യുമെൻറ്റിനെ ഇലക്ട്രോണിക് വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ അല്ലെങ്കിൽ റെക്കഗ്നീഷൻ യൂസ് ചെയ്യുന്നത്. വെൻ എ ക്യാരക്ടർ ഈസ് റെക്കഗ്നൈസ്ഡ്, OCR കൺവേർട്ട് ഇറ്റ് ഇൻ ടു കറസ്പോണ്ടിങ് ആസ്കി കോഡ്. ആസ്കി കോഡായിട്ടായിരിക്കും ഇത് കൺവേർട്ട് ചെയ്യുക ക്യാരക്ടറിന്. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെ നമ്മളിപ്പോൾ ഫോണിലൊക്കെ ചെയ്യാറുണ്ട്. OCR ഒരു ടെസ്റ്റിനെ ഫോണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഡിജിറ്റൽ നേരെ എന്ത് ചെയ്യും, ഇലക്ട്രോണിക് വേർഷനിൽ നമുക്ക് കിട്ടും ഡോക്യുമെൻ്റ് ആയിട്ട് അല്ലേ. അടുത്തത് OMR. OMRൻ്റെ ഫുൾ ഫോമും പഠിച്ചിരിക്കുക. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഇറ്റ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് മെയിൻലി യൂസ്ഡ് ടു റീഡ് ഹ്യൂമൻ മാർക്ക്ഡ് ഫ്രം എ ഡോക്യുമെൻറ്റ്. Marked data from a document. These are generally used for the paper evaluation of objective type examination like PSC, UPSC. ഇത് OMR എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ OMR ഷീറ്റൊക്കെ കണ്ടിട്ടില്ലേ, PSCൻ്റെ ഒക്കെ ഷീറ്റൊക്കെ പോലത്തെ ഫില്ല് ചെയ്യുന്ന ബ്ലാങ്ക് ഡോട്ട് ഫില്ല് ചെയ്യുന്ന അങ്ങനത്തെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് OMR യൂസ് ചെയ്യുക. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഇവിടെ കാണുന്നത്. ഇനി ഇറ്റ് ക്യാൻ ഇൻറപ്റ്റ് പെൻസിൽ മാർക്ക് ഓൺ പേപ്പർ മീഡിയ. പെൻസിൽ മാർക്ക് വരെ പേപ്പർ മീഡിയയിൽ കണ്ടെത്തും. OMR ക്യാൻ മെയിൻറ്റെയിൻ ആൻ ഔട്ട്പുട്ട് ഓഫ് 2000 to 10,000 ഫോംസ് പെർ അവർ. എന്ന് പറഞ്ഞാൽ 2000 മുതൽ 10,000 വരെ ഫോംസ് ഒരു മണിക്കൂറിൽ അവർ നോക്കും. ഓക്കെ, അപ്പം OMR എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. അടുത്തത് ബാർകോഡ് റീഡർ ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് ഫോർ റീഡിംഗ് പ്രിൻറ്റഡ് ബാർകോഡ്സ്. ബാർകോഡ് പ്രിൻ്റ് ചെയ്തത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാർകോഡ് റീഡർ ഉള്ളത്. ഇറ്റ് കൺവേഴ്സ് ഒപ്റ്റിക്കൽ ഇമ്പൾസ് ഇൻറ്റു ഇലക്ട്രിക്കൽ ഇമ്പൾസ്. ഒപ്റ്റിക്കൽ ഇമ്പൾസിനെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. എ ബാർകോഡ് ഈസ് എ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ലൈൻസ്. ഇവിടെ നോക്കിയാൽ കാണാം ഡാർക്ക് ലൈൻസ് ആണല്ലേ. ഈ ഡാർക്ക് ലൈൻസിന് ഈ ഡാറ്റ ഫോം ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ലൈൻസ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ലൈബ്രറീസ്. സൂപ്പർ മാർക്കറ്റിലും ലൈബ്രറീസിലൊക്കെയാണ് മെയിനായിട്ട് ഇത് കാണാറുള്ളത്. ബാർകോഡ് ക്യാൻ സ്റ്റോർ അപ് ടു 20 നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. 20 വരെ നമ്പർ എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ റീഡർ എന്നും പറയാം. ഇതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയർ. അപ്പം OMR, MICR ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഫുൾ ഫോം പഠിച്ചിരിക്കുക കേട്ടോ. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ റീഡർ. MICR ഈസ് യൂസ്ഡ് ടു വെരിഫൈ ദ ലെജിറ്റിമസി ഓർ ഒറിജിനാലിറ്റി ഓഫ് ചെക്ക് ആൻഡ് അതർ പേപ്പർ ഡോക്യുമെൻറ്റ്. MICR ഈസ് പ്രൈമർലി യൂസ്ഡ് ബൈ ദ ബാങ്കിങ് ഇൻഡസ്ട്രി ഫോർ പ്രോസസ്സിംഗ് ദ ചെക്ക്. The special ink used in MICR, magnetic iron oxide. എന്താ പറയുന്നത്, ഒരു ചെക്കിൻ്റെ ഒറിജിനാലിറ്റി വെരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റിൻ്റെയൊക്കെ ഒറിജിനാലിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ യൂസ് ചെയ്യുക. ഇത് മെയിനായിട്ട് ബാങ്കിങ് ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുക, ചെക്കിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇതിൽ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ഇങ്ക് ഏതാണ്, മാഗ്നറ്റിക് അയൺ ഓക്സൈഡ് ആണ്. മാഗ്നറ്റിക് അയൺ ഓക്സൈഡ്, ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. MICR ക്യാരക്ടേഴ്സ് ആർ പ്രിൻറ്റഡ് അറ്റ് ദ ബോട്ടം വൈറ്റ് ഏരിയ ഓഫ് എ ചെക്ക് ലീഫ്. ഒരു ചെക്ക് ലീഫിൻ്റെ ഏറ്റവും താഴെ വൈറ്റ് ഏരിയയിൽ ആയിരിക്കും എന്ത് ചെയ്യുക, ഇത് പ്രിൻ്റായിട്ട് MICR ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ചെയ്ത് വരിക. ഓക്കെ, ചെക്കിൻ്റെ ഒറിജിനാലിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ.
അടുത്തത് QR കോഡ് സ്കാനറാണ്. ക്വിക്ക് റെസ്പോൺസ് കോഡ് എന്നാണ് QR-ൻ്റെ മീനിങ് കേട്ടോ. ക്വിക്ക് റെസ്പോൺസ് കോഡ്. QR കോഡ് ഈസ് എ ടൈപ്പ് ഓഫ് കോഡ് ദാറ്റ് കണ്ടെയ്ൻസ് എ മെട്രിക്സ് ഓഫ് ഡോട്ട്സ്. എ QR കോഡ് സ്കാനർ ഈസ് എ പെർഫെക്റ്റ് ടൂൾ ടു സ്കാൻ ദിസ് QR കോഡ് ഈസിലി ആൻഡ് ക്വിക്ക്ലി. QR കോഡ് വാസ് ഇൻവെൻറ്റഡ് ബൈ ഡെൻസോ വേവ്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയർ. ഡെൻസോ വേവ്. QR കോഡ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് വേവായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഓർത്താൽ മതി. ഡെൻസോ വേവാണ് ഇത് എന്ത് ചെയ്തത്, കൊണ്ടുവന്നിട്ടുള്ളത്, ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. QR കോഡ് ഇൻവെൻറ്റഡ് ബൈ ഡെൻസോ വേവ്. QR കോഡ് സ്കാനർ ഈസ് പെർഫെക്റ്റ് ടൂൾ ഫോർ സ്കാൻ ദിസ് QR കോഡ്. QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് QR കോഡ് സ്കാനർ ഉള്ളത്. ഇത് കുറേ മെട്രിക്സ് ഓഫ് ഡോട്ട്സ് ആണ്. QR കോഡ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻസ് എ മെട്രിക്സ് ഓഫ് ഡോട്ട്സ്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ ഇൻപുട്ട് ഡിവൈസസിൻ്റെ ക്ലാസ്. എല്ലാവരും നല്ലപോലെ കാണുക. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ കഴിഞ്ഞ ക്ലാസ് കാണുക. അതിൽ കീബോർഡിനെ കുറിച്ചൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. അപ്പം ഓക്കെ, താങ്ക് യു.